ക്ലീറ്റോ ചായ ഇട്ടിട്ടില്ല ക്ലീറ്റോ ഒന്ന് വെള്ളം കുടിക്കുക. പഞ്ചസാര ഇല്ല നീ മേടിച്ചില്ല. അതെന്തേ? കാശ് തന്നില്ല. എന്റെ തങ്കം, നീ ഈ പണിയെടുക്കുന്ന കാശ് മുഴുവൻ ഇങ്ങനെ തൂർത്തടിച്ച് കളയരുത് കേട്ടോ. വീട്ടു സാധനങ്ങൾ വാങ്ങിച്ചതിന് ശേഷം മതി തൂർത്തും ചെലവ് വെക്കാം. ഒരു ഉത്തരവാദിത്തമല്ല, ഞാനൊന്നും പറയില്ല എന്ന് പറഞ്ഞിട്ടെ. ഇനി അങ്ങനെ ചെയ്യാം. ആ ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. ആ മറ്റേ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയി ബാബുക്കുട്ടനില്ലേ? ഇതെന്തോന്ന് പേര്? യുവോ? അതൊരു ഉടായിപ്പ്. അതൊരു കക്ഷി അയാളുടെ ആരെ ബന്ധുവിന് കോളേജിൽ അഡ്മിഷൻ വേണം. അഡ്മിഷന് വേണമെങ്കിൽ നമ്മൾ മാനേജ്മെന്റിന് പൈസ കൊടുക്കണമല്ലോ. അപ്പോൾ അതിനുള്ള പൈസയല്ല, അവർക്ക് അഡ്മിഷന് വേണമെന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ ശരിയായി കൊടുക്കും. അവർ ഞാൻ പറഞ്ഞേ ഇല്ല, പൈസ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. വെറുതെ പറയാൻ പാടില്ലേ? പറഞ്ഞടി. പിന്നെ ഇനിയിപ്പോ നേരത്തെ വിളിച്ചപ്പോഴും ഞാൻ അത് പറഞ്ഞു. പിന്നെ വീണ്ടും വിളിക്കുന്ന ഞാൻ പറഞ്ഞത് മറ്റേ പണ്ട് പോയിട്ട് രണ്ടാമത് വന്നല്ലേ ബാബുക്കുട്ടൻ. എങ്ങനെ ഉണ്ടായാലും ബാബുക്കുട്ടൻ പഴയ പോലെ തന്നെ, ഒരു ഗുണമല്ല ഒരു മണമില്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയിൽ ആള് കണ്ടേ. അൻസാറൊക്കെ ഉണ്ടായിരുന്നപ്പോ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഉണർവ് അൻസാർ ഉണ്ടായിരുന്നു. കുഴി പോയി ഇടയ്ക്കിടയ്ക്ക് ചാടാല്ല അൻസാർ ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ നല്ല ഉണർവ് ഉണ്ടാവും. ഇപ്പൊ അയാൾക്ക് എന്താ കുഴപ്പം? അയാൾ കണ്ടാൽ ആ മുഖം കണ്ടാൽ അറിയാലോ പൊട്ടനാന്നുള്ളത്. അത് മതി നിങ്ങളുടെ പാർട്ടിക്ക്. വലിയ ആഭ്യന്തര കാര്യമൊന്നും ചർച്ച ചെയ്യാനില്ലല്ലോ. പിന്നെ നിങ്ങൾ എന്ത് ഗുണം ഈ അൻസാറിനെ കൊണ്ടുണ്ടായിരുന്നു നിങ്ങൾ പറയണത്? എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് സമാധാനമായിട്ട് കിടക്കാൻ പറ്റിയിട്ടുണ്ടോ അവനെ കാരണം? നിനക്ക് എന്തോ ഒരു വൈരാഗ്യം അവൻ്റെ അടുത്തുണ്ടോ? എനിക്ക് വൈരാഗ്യം ഉള്ളൂ അവൻ്റെ അടുത്ത്. ഇവിടെ വന്നിട്ട് എത്ര പ്രാവശ്യം ഞാൻ ചായ ഇട്ട് കൊടുത്തിട്ടുണ്ട്, എത്ര പ്രാവശ്യം ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവൻ കുടുംബത്തോട് ചെയ്യേണ്ട പണിയാണോ കാണിച്ചത്? എന്ത് വൃത്തികേടാ കാണിച്ചത്? വേറെ വല്ലവരാണെങ്കിൽ ഉണ്ടല്ലോ വീട്ടിൽ കയറി തല്ലിയാൻ അവനെ. ബഹളം വെക്കും ഞാൻ. അതിന് ശേഷം ഞാൻ അവനെ കണ്ടിട്ടില്ല. അത് അവന്റെ ഭാഗ്യം. വേണ്ട, ആരും വരണ്ട. അവൻ ഈ പരിസരത്തോട്ട് വന്ന് എവിടെ വെച്ച് കണ്ടാലും ഞാൻ അവനെ പിടിക്കും. ഞാൻ പാർട്ടിയിൽ അങ്ങനെ ആരെങ്കിലും ഒക്കെ വരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് എതിർക്കാനൊന്നും പറ്റൂല. പിന്നെ വലിയ നേതാക്കന്മാരെ നീ നോക്ക്, അവർ ഇന്നൊരു പാർട്ടി എന്നിട്ട് പതുക്കെ അടുത്ത പാർട്ടിയിലോട്ട് ചാടും, തിരിച്ച് വീണ്ടും വേറെ പാർട്ടി ചാടും. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കാം, അൻസാറിന് കാര്യം നിങ്ങളുടെ പാർട്ടിയൊക്കെ ആയിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ചെലവിന് തന്നത് ഞാനാ. എന്റെ അനുവാദം ഇല്ലാതെ നിങ്ങൾ ആ പാർട്ടിയിൽ അൻസാറിനെ എടുത്തെന്ന് ഞാൻ അറിഞ്ഞ. അയ്യോ, ഞാൻ ആരെ എടുക്കുന്നില്ല, എനിക്ക് ഉള്ളവർ തന്നെ മതിയേ. പിറ്റേ ദിവസം മുതൽ നിങ്ങൾ പട്ടിണിയാ, ഓർത്തോ? സമാധാനമായിട്ട് കഴിച്ചോട്ടെ. അതൊക്കെ കഴിച്ചോ. എന്റെ പേര് കേൾക്കുമ്പോ എനിക്ക് വിറഞ്ഞു വരും. ഇത് പച്ചവെള്ളല്ലേ? എന്തേ ചൂടോടെ എടുത്തുണ്ടോ? ഒരു സ്ഥലത്ത് ഒരു മനുഷ്യൻ ഇരുന്നിപ്പോ ഇത് കുടിച്ചിട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നും പറ്റില്ല. എന്നെ കാണുമ്പോ തന്നെ വെള്ളം ചൂടാവൂല. എന്തൊക്കെ പണിയുണ്ടെന്ന് അറിയോ ക്ലീറ്റോ? ഒന്ന് ഇച്ചിരി നേരം ഞാൻ ഒന്ന് ഇരിക്കട്ടെ. കാണുമ്പോ മനുഷ്യന് ചായ എടുത്തിട്ട് പറ. എന്നിട്ട് പോയി എരിവും പൊളിയും കൂട്ടി എനിക്ക് സംസാരിക്കും. എന്നാലേ ഇത് ശരിയാവും. ഒന്ന് ഈ പൈസ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കൂടി സമ്മതിക്കൂല മനുഷ്യൻ. ഇങ്ങനെയുണ്ട് ഒരു തരത്തിൽ. ചൂടുവെള്ളം വേണോ? ഇട്ട് കൊടുത്തേക്കാം. Alien versus Alien.